നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത് വിച്ച് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, ഏതൊക്കെയാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 2 മെട്രിസസ് തന്നിട്ടുണ്ട്, 2 മെട്രിസസ് എയും പിയും. ഇനി 2 സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, കെയും എല്ലും. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി 1 പറയുന്ന ഇതാണ്, കെ ഇൻറ്റു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി എന്ന്. അതായത് ഒരു മെട്രിക്സ് എയും ബിയും, 2 മെട്രിക്സസ് എയും ബിയും തന്നാൽ നമുക്ക് എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇതിനെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെയായിരിക്കും കെ എ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കെ ബി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും. അതായത് കെ എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻസിനെയും കൂട്ടി പ്ലസ് കെ എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് ബി എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻസിനെയും കൂട്ടുമ്പോൾ എല്ലാ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇവന്മാരെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന അതേ മെട്രിക്സ് തന്നെ ആയിരിക്കും നമുക്ക് എ പ്ലസ് ബി ചെയ്തിട്ട് കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്ന ഇതാണ്, കെ പ്ലസ് എൽ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു കെ എ പ്ലസ് എൽ എ. അതായത് 2 സ്കെയിലാർസാണ് കെയും എല്ലും. ഇവർ തമ്മിൽ കൂട്ടി കിട്ടുന്ന വേറൊരു സ്കെയിലാർ ഉണ്ടല്ലോ, അത് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനെ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ എൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആ 2 അവന്മാരെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സ് എന്താണോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു കെ പ്ലസ് എൽ ഇൻറ്റു എ. അപ്പോൾ 2 മെട്രിക്സസ് എയും ബിയും തന്ന് 2 സ്കെയിലാർസ് കെയും എല്ലും തന്നാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്, കെ ഇൻറ്റു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി എന്നും ആൻഡ് കെ പ്ലസ് എൽ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു കെ എ പ്ലസ് എൽ എ എന്നും. ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ 2 പ്രോപ്പർട്ടീസ്. അപ്പം നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ, 2 മെട്രിസസ് തന്നിട്ടുണ്ട് അല്ലേ, എയും ബിയും 2 മെട്രിസസ് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ മെട്രിക്സ് ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് 2a പ്ലസ് 3x ഇസ് ഈക്വൽ ടു 5b. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് അറേഞ്ച് ചെയ്ത് അതിൻ്റെ അകത്തുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എൽ എച്ച് എസും ആർ എച്ച് എസും കൂടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുവാണ്. 2a പ്ലസ് 3x ഇസ് ഈക്വൽ ടു 5b എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുവാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ 2 സൈഡിലും, അതായത് എൽ എച്ച് എസ് സൈഡിലും ആർ എച്ച് എസ് സൈഡിലും നമ്മൾ ഒരു -2a വെച്ചിട്ട് ആഡ് ചെയ്യുന്നു. ഈ -2a വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ 2aയും -2aയും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ എൽ എച്ച് എസ് സൈഡിൽ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, 3x മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി ആർ എച്ച് എസ് സൈഡിൽ എന്ത് വരും, 5b മൈനസ് 2a എന്ന് പറയുന്ന ടേം വരും. നമുക്ക് വേണ്ടത് എന്താണ്, എക്സ് മാത്രം പോരെ. അപ്പോൾ എക്സിൻ്റെ കൂടെ ഒരു 3 അത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ അത് ആർ എച്ച് എസ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചേഞ്ചസ് ടു വാട്ട്, ഡിവിഷൻ. നമുക്ക് എന്ത് വരും, 1/3 ഇൻറ്റു 5b മൈനസ് 2a എന്ന് വരും. ഈ 5b മൈനസ് 2a എന്ന് പറഞ്ഞാൽ അത് വേറൊരു മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഉള്ള വാല്യൂസ് എടുത്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. ഇനി ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, ഫസ്റ്റ് നമ്മൾ ഒരു -2a വെച്ചിട്ട് 2 സൈഡിലും ആഡ് ചെയ്തു. ഇനി നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു വാട്ട്, ബി പ്ലസ് എ പ്ലസ് ബി, ബി പ്ലസ് എ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടേം എടുത്ത് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി നമുക്കറിയാം -2a എന്ന് പറഞ്ഞാൽ 2aയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് അല്ലേ, അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ കൂടെ ആ മെട്രിക്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ആ 0 ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സാധാരണ നോർമലി ഒരു നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ സോൾവ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഇത്രയും സ്റ്റെപ്സ് എഴുതിയില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഈ
ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് 3x വാല്യൂ എഴുതുന്നത്? സാധാരണ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? 3x = നമുക്ക് എന്തെഴുതാൻ പറ്റും? 5b - 2a എന്ന് എഴുതാം. നമുക്ക് എക്സ് അല്ലേ വേണ്ടത്, അപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഈ 3a RHS സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 1/3 × 5b - 2a എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ 5b - 2a എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കുക. അതിലെ ഓരോ എലമെൻറ്റിനെയും 1/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ മെട്രിക്സ് X. അതാണ് ഇവിടെ എഴുതിയിരിക്കുക. 5b എന്ന് പറയുന്ന മെട്രിക്സ് ഇതല്ലായിരുന്നോ? 2 - 2 4 2 - 5 1 അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 2 × a എന്ന് പറയുന്ന മെട്രിക്സ് 8 0 4 - 2 3 6 ആ മെട്രിക്സ് എടുത്ത് എഴുതി. സോ ആദ്യം എന്ത് ചെയ്യണം? 5 × ഓരോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 is 10. പിന്നെ 5 × 4 is what? 20. 5 × -5 is 25. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ആദ്യം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു മെട്രിക്സ് ഇതാ ഇങ്ങനെ കിട്ടി. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ലേ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടി. ഇനി അതേപോലെ തന്നെ ഇവിടെ ആരുണ്ട്? 2 എന്ന് പറയുന്ന -2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. നമുക്കറിയാം a - b എന്ന് പറഞ്ഞാൽ a + -b ആണ്. ആ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ -2 ആയിരുന്നു, നമ്മളതിനെ -2 എന്ന് പറയുന്നത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8 × -2 is -16. 0 × -2 is 0. Then 4 × -2 is -8. -2 × -2 is 4. Then 3 × -2 is -6. Then 6 × -2 is -12. അപ്പോൾ ഈ -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ വീണ്ടും ഒരു മെട്രിക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ആഡീഷൻ ആണല്ലേ വരുന്നത്. ഈ രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുക. ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം. 10 + -16 അതുപോലെ -10 + 0. അപ്പോൾ നമുക്ക് വേറൊരു മെട്രിക്സ് കിട്ടും. എന്താ നോക്കിക്കേ, ഇതാ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ആ രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും തീർന്നിട്ടില്ല. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വി നീഡ് ടു മൾട്ടിപ്ലൈ ഈച്ച് എലമെൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഇവരെ എല്ലാവരും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 1/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -6 × 1/3 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? -2. -10 × 1/3 ചെയ്യുമ്പോൾ -10/3 കിട്ടും. ഇനി 12 × 3 ചെയ്യുമ്പോൾ 4 കിട്ടും. ദെൻ 12 × 3 അല്ല, സോറി, 12/3 ചെയ്യുമ്പോൾ 4 കിട്ടും. ഇനി 14/3 അതാണ് എഴുതിയിരിക്കുന്നത്. ദെൻ 31/3. ദെൻ ഇവിടെ എന്ത് വരും? -7/3. ഇതാണ് നമ്മുടെ റിസൾട്ടൻ മെട്രിക്സ് എക്സ് വരുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്കിനി എക്സാമ്പിൾ 9 ചെയ്യാം. എക്സാമ്പിൾ 9 ഇതാണ് പറയുന്നത്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ, രണ്ട് മെട്രിക്സസ് എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. എന്താ തന്നിരിക്കുന്നത്? x + y എന്ന് പറയുന്ന ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്, x - y എന്ന് പറയുന്ന ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിൻ്റെയും LHS പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുന്നു. ആദ്യം x + y + x - y, x + yയും x - yയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RHSലെ രണ്ട് മെട്രിക്സസ് തമ്മിൽ ആഡ് ചെയ്യാമല്ലോ. 5 2 0 9 3 6 0 -1 വെച്ചിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ ക്യാൻസലായി പോകും? ഇവിടെ ഒരു y ഉണ്ട്, ഇവിടെ ഒരു -y ഉണ്ട്, അത് ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x + x എന്ന് പറഞ്ഞാൽ 2x ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2x = ഇവിടെ എന്താ ചെയ്തത്? 5ഉം 3യും കൂടെ ആഡ് ചെയ്ത് 8 എഴുതി, 2 6ഉം കൂടെ ആഡ് ചെയ്ത് 8 എഴുതി. ദെൻ 0 + 0 is 0, 9 + -1 is 8. അങ്ങനെ നമുക്ക് 2x = 8 8 0 8 എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ മെട്രിക്സിനെ ഇതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ? 1/2 അല്ലേ? 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദിസ് മെട്രിക്സ് ബൈ ദ സ്കെയിലാർ ക്വാണ്ടിറ്റി 1/2. ഓരോ എലമെൻറ്റിനെയും 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 8/2. 8/2 is 4. ദെൻ 8/2 is again 4. ദെൻ 0/2 0 ആണ്. ഇവിടെ 8/2 4. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുന്നത്. പക്ഷേ എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? ഒരു എലമെൻറ്റും കൂടെ കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് വൈ കണ്ടുപിടിക്കുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ
ഇവിടുത്തെ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇത് വെച്ച് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത് വെച്ചൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആണ് എന്ത്? 5, 2, 0, 9 അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? വൈ ആണ് വേണ്ടത്. അപ്പോൾ വൈ ഈക്വൽ ടു നമ്മുടെ മെട്രിക്സ് 5, 2, 0, 9 മൈനസ് എക്സ് ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് വരും? 5, 2, 0, 9 മൈനസ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ് നമുക്കിപ്പോൾ കിട്ടിയത്? 4, 4, 0, 4. ഒന്നെങ്കിൽ ഇവിടെ ഡയറക്റ്റ് നമ്മുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്, അതായത് 5 മൈനസ് 4 ചെയ്താൽ മതി. അല്ല എങ്കിൽ പ്ലസ് ഓരോ എലമെൻറ്റിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഡയറക്റ്റ് ആയിട്ടൊന്ന് മൈനസ് ചെയ്ത് നോക്കാം നമുക്ക് എന്തായിരിക്കും വരിക എന്ന്. 5 മൈനസ് 4, 5 മൈനസ് 4 ഇസ് വാട്ട്? 1. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് 2 മൈനസ് 4, 2 മൈനസ് 4 ഇസ് മൈനസ് 2. ഇനി 0 മൈനസ് 0, 0 ആണ്. ഇനി അടുത്തത് എന്താണ്? 9 മൈനസ് 4, 9 മൈനസ് 4 എത്രയാണ്? 5 ആണ്. കണ്ടോ? വൈ എന്ന് പറയുന്ന മെട്രിക്സും കിട്ടി. സെയിം തന്നെ അല്ലേ? ഇതാ നമുക്ക് സെയിം ആണ്. 1 മൈനസ് 2, 0, 5. അപ്പോൾ അവർ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്തെടുത്തു. നമുക്കിനി അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 10 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫ്രം ദ ഗിവൺ ഇക്വേഷൻ, ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ നോക്കിക്കേ, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലേ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 ഇൻറ്റു ഒരു സ്കെയിലർ വെച്ചിട്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് വേറൊരു മെട്രിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കിട്ടുന്നു. ഇതാണ് അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിൽ നിന്ന് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വാട്ട്? എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് എഴുതിയിരിക്കുവാണ്. ഇവിടെ ഈ സ്റ്റെപ്പിൽ അതേപോലെ തന്നെ ആ ഇക്വേഷൻ എടുത്ത് എഴുതിയിരിക്കുവാണ്. ഇനി ഇവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഈ സ്കെയിലാർ 2 വെച്ചിട്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സ് ഇസ് 2x, ദെൻ 2 ഇൻറ്റു 7 ഇസ് 14, ദെൻ 2 ഇൻറ്റു 5 ഇസ് 10, 2 ഇൻറ്റു y മൈനസ് 3 ഈസ് 2y മൈനസ് 6. അത് പ്ലസ് ബാക്കി അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. എന്ത് ഇക്വേഷനൊക്കെയാണ് കിട്ടുക? ഒന്ന് 2y പ്ലസ് 3 ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും അല്ലേ. 2y അല്ല 2x ആണ്. 2x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഇതിൽ നിന്ന് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2x? 2x ഇസ് ഈക്വൽ ടു 7 മൈനസ് 3. 7 മൈനസ് 3 ഈസ് വാട്ട്? 4. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 4/2. 4/2 ഇസ് 2xൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഒരു 14, ഇവിടെ ഒരു 2y മൈനസ് 6 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണല്ലോ ഈ 14 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. 2y മൈനസ് 6 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 14 ആണ്. 2y മൈനസ് 6 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 14. അപ്പോൾ എന്താ കിട്ടുക? 2y മൈനസ് 6 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 4 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 14 എന്നാകും. അതായത് 2y ഇസ് ഈക്വൽ ടു 14 പ്ലസ് 4 അല്ലേ. 14 പ്ലസ് 4 ഇസ് വാട്ട്? 18. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു 18 ആണെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 18/2 ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ 9 എന്ന് കിട്ടി. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്ന്. യെസ്, എക്സിൻ്റെ വാല്യൂ 2 ആണ്, വൈയുടെ വാല്യൂ 9 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമ്പിൾ 10 ചെയ്യുക. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ആണ്. നമുക്ക് വേണമെങ്കിൽ കേസ് സ്റ്റഡി ആയിട്ടൊക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. 2 farmers, Ram Kishan and Gurcharan Singh, cultivates only 3 varieties of rice, namely Basmati, Parmal, Naura. 2 ഫാമേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാം കിഷനും ഗുർചരൺ സിംഗും. അവർ 3 വെറൈറ്റീസ് ഓഫ് റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
The sale in rupees of these varieties of rice by both farmers in the month of September and October are given by the matrices A and B. അപ്പോൾ ഈ രണ്ട് ഫാമേഴ്സിൻ്റെയും ഈ റൈസ് വെറൈറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ രണ്ടുപേരുടെയും ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെ മാസത്തിലെ സെയിൽസിൻ്റെ ഡേറ്റയാണ് കേട്ടോ, സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ഇതാ ഇവിടെ ഈ ഫസ്റ്റ് റോയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് രാംകിഷൻ്റെ സെയിൽസാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് റോയിൽ ഗുർചരൺ സിങ്ങിൻ്റെ ഇൻ വിച്ച് മന്ത്, സെപ്റ്റംബർ. അതുപോലെ ഒക്ടോബറിലെ സെയിൽസ് ഇത് ഫസ്റ്റ് റോയിൽ രാംകിഷൻ, സെക്കൻഡ് റോയിൽ ഗുർചരൺ സിംഗ്. ഇനി നിങ്ങൾ ആ കോളം വൈസ് ഒന്ന് നോക്കിക്കേ. കോളം തന്നിരിക്കുന്നത് ബസ്മതിയുടെയാണ്, ദെൻ ഇവിടെ പെർമാൾ, ആൻഡ് തേർഡ് കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് നൗറ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ആണ്. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ കമ്പൈൻഡ് സെയിൽസ് ഇൻ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ഫോർ ഈച്ച് ഫാമർ ഇൻ ഈച്ച് വെറൈറ്റി. ആദ്യം ഈ 2 മന്തിൻ്റെയും, സെപ്റ്റംബറും ഒക്ടോബറും, ഈ 2 മാസങ്ങളിലും ഓരോ ഫാർമറിൻ്റെയും കമ്പൈൻഡ് സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം. കമ്പൈൻഡ് സെയിൽസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 2 മെട്രിസസ് നമ്മൾ ആഡ് ചെയ്താൽ പോരെ, എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ നോക്കേണ്ടത് വെദർ ദീസ് 2 മെട്രിസസ് ആർ ഓഫ് സെയിം ഓർഡർ അല്ലേ. രണ്ടിൻ്റെയും സെയിം ഓർഡർ അല്ലേ. ദാ 2/3. ഇതെന്താണ്? 2/3. രണ്ടും 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ആഡ്. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? ആഡ് ദീസ് 2 മെട്രിസസ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. 10,000 + 5,000 എത്ര വരും? 15,000. അതേപോലെ ഓരോ എലമെൻറ്റും 20,000 + 10,000 എന്താണ്? 30,000 ആണ്. ഇനി 30,000 + 6,000 36,000. അങ്ങനെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് റിസൾട്ടൻറ്റ് മെട്രിക്സ്. അതായത് രാംകിഷൻ്റെ 2 മാസത്തെയും കൂടെ കമ്പൈൻ സെയിൽസും അതുപോലെ തന്നെ ഗുർചരൺ സിംഗിൻ്റെ 2 മാസത്തെയും കൂടെ കമ്പൈൻ സെയിൽസും, അതാണ് ഈ റിസൾട്ടൻറ്റ് മെട്രിക്സ് A+Bയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസറാണ് ഇത്. ഇനി സെക്കൻഡ് വൺ തന്നിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ. അതായത് സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ആ സെയിൽസിലുള്ള ഡിക്രീസ് എത്രമാത്രമാണെന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ഈ മെട്രിക്സിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക അല്ലേ. ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ എന്നാണ്. ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ, അതായത് സെപ്റ്റംബറിൽ വന്ന സെയിൽസ് എത്രയാണോ അതിൽ നിന്ന് ഒക്ടോബറിലോട്ട് വന്നപ്പോൾ എത്രമാത്രം കുറഞ്ഞു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എത്രമാത്രം കുറഞ്ഞു എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്ന് ബി ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ. അപ്പോൾ ഇതാണല്ലോ കൂടുതൽ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്താ ഇവിടെ 10,000 അത് 5,000 ആയി, ഇവിടെ 20,000 അത് 10,000 ആയി. അങ്ങനെ സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലോട്ട് വന്നപ്പോൾ സെയിൽസ് കുറയുകയാണ് ചെയ്തത്. സോ ഫൈൻഡ് ദ ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൈനസ് ബി ചെയ്യുക. നോക്കിക്കുക, 10,000 - 5,000 5,000 ആണ്. അപ്പോൾ അങ്ങനെ ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് ദ ഡിക്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇഫ് ബോത്ത് ഫാമേഴ്സ് റിസീവ് 2% പ്രോഫിറ്റ് ഓൺ ഗ്രോസ് സെയിൽസ്, കമ്പ്യൂട്ട് ദ പ്രോഫിറ്റ് ഫോർ ഈച്ച് ഫാമർ ആൻഡ് ഫോർ ഈച്ച് വെറൈറ്റി സോൾഡ് ഇൻ ഒക്ടോബർ. അപ്പോൾ ഓരോ ഫാർമറിനും, അതായത് 2 പേർക്കും, ഗുർചരൺ സിംഗിനും മറ്റേ ആൾക്കും 2% പ്രോഫിറ്റാണ് ഗ്രോസ് സെയിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ പ്രോഫിറ്റ് ഫോർ ഈച്ച് ഫാർമർ. ഓരോ ഫാർമറിനും ഉള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ഫോർ ഈച്ച് വെറൈറ്റി സോൾഡ് ഇൻ ഒക്ടോബർ. ഒക്ടോബറിലെ ഓരോ വെറൈറ്റിയും സോൾഡ് ചെയ്ത് അതിൻ്റെ 2% പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? 2% ഓഫ് ബി അല്ലേ, ഒക്ടോബറിൽ ചെയ്തതല്ലേ, 2% ഓഫ് ബി. 2% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2/100. 2/100 ഇൻറ്റു ദ മെട്രിക്സ് ബി ചെയ്താൽ മതി. നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. ഞാൻ നോക്കുക, 2/100 ഇൻറ്റു മെട്രിക്സ് ബി എന്ന് വെച്ചാൽ 0.01
02 ആണ്. ഇൻറ്റു മെട്രിക്സ് ബി ചെയ്യുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് ഇസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് 0.02 എന്ന് പറയുന്ന എലമെൻറ്റ്, അതായത് ആ സ്കെയിലാർ വെച്ചിട്ട് മെട്രിക്സ് ബിയിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0.02 ഇൻറ്റു 5000 എത്ര വരും? 100 വരും. ഇനി 0.02 ഇൻറ്റു 10,000 എത്ര വരും? 200 വരും. അങ്ങനെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഈ 0.02 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ന്യൂ മെട്രിക്സ്. ഇതാണ് ഒക്ടോബറിലെ 2% വരുന്നത്. ദസ് ഇൻ ഒക്ടോബർ അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് പറഞ്ഞിരിക്കുവാണ്. ദസ് ഇൻ ഒക്ടോബർ രാംകിഷൻ റിസീവ്സ് ₹100, ₹200 ആൻഡ് ₹120. ഇതാണ് പറഞ്ഞിരിക്കുക. 100, 200, 120. അത് ആരുടെ ഡേറ്റയാണ്? രാംകിഷൻ്റെ. ഓരോ വെറൈറ്റി ഓഫ് റൈസിലും, അതായത് ബസ്മതി, പെർമാൽ, നൗറ, ഈ 3 വെറൈറ്റിയിലും രാംകിഷൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ എമൗണ്ട് ആണിത്. 100, 200, 120. ആൻഡ് അടുത്ത ആളുടെ ഗുർചരൺ സിംഗിൻ്റെ നമുക്ക് നോക്കാം. ഗുർചരൺ സിംഗിൻ്റെ എന്താ വരുന്നത്? ഗുർചരൺ സിംഗിന് റിസീവ് ചെയ്ത പ്രോഫിറ്റ് 400, 400, 200, 200. അതാരുടെയാണ്? ഗുർചരൺ സിംഗിൻ്റെ പ്രോഫിറ്റാണ് വരുന്നത് ഓരോ വെറൈറ്റിയിൽ നമുക്ക് കിട്ടിയത്. സോ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്പർ, ദറ്റ് ഈസ് എക്സാമ്പിൾ 11ൻ്റെ ആൻസർ വരുന്നത്. 2 ഫാമേഴ്സിൻ്റെ ഡേറ്റ ഉണ്ടായിരുന്നു, രാംകിഷൻ്റെയും ഗുർചരൺ സിംഗിൻ്റെയും. സെപ്റ്റംബറിലെ സെയിൽസും ഒക്ടോബറിലെ സെയിൽസും ആയിരുന്നു തന്നിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൈൻഡ് സെയിൽസ് ആയിരുന്നു, അതായത് രണ്ടും കൂടെ കൂട്ടണം. ഇനി സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലോട്ട് വന്നപ്പോൾ ഉണ്ടായ സെയിൽസിൻ്റെ ഡിക്രീസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? A മൈനസ് B ചെയ്താൽ മതി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2% പ്രോഫിറ്റ് ഓൺ ഗ്രോസ് സെയിൽ ഇൻ വിച്ച് മന്ത്? ഒക്ടോബർ. ഒക്ടോബറിലെ 2% പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 2% ഓഫ് B കണ്ടുപിടിച്ചാൽ മതി. അതായത് 2/100 ഇൻറ്റു B ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതായിരുന്നു നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട മെട്രിക്സ്. സോ അടുത്ത ടോപ്പിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ആണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു.